ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞു പോയി. ലക്ഷ്മി ഷാനവാസിനോട് ചോദിക്കുന്നത്, ഷാനവാസ് സ്ത്രീകളെ ബഹുമാനിക്കാത്തതിനെ പറ്റി സംസാരിച്ചത് കണ്ടോ? നിങ്ങൾ വാടി പോടി എടി എന്നൊക്കെയാണ് എപ്പോഴും വിളിക്കുന്നത്. ഷാനവാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുറത്തിറങ്ങിയ സ്ത്രീകളെ ഇങ്ങനെ വിളിക്കുന്ന ഒരാളല്ല എന്ന്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, കാരണം നിങ്ങൾ തന്നെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നു, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? ഞാൻ ഒരിക്കലും ഷാനവാസിനോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ചാടിക്കയറി സംസാരിക്കുന്നത്, എടി പൊടിയെന്ന് വിളിക്കുന്നത് ഷാനവാസാണ്. അപ്പോൾ ബിന്നി നടന്നു വരുമായിരുന്നു. ബിന്നി പറയുന്നു, അത്രയല്ലേ വിളിച്ചോളൂ, അതിലും വലുതാണ് ഇവിടെ വിളിച്ചിട്ടുള്ളതെന്ന് ബിന്നി പറയും. ഷാനവാസും ലക്ഷ്മിയും കൂടെ അവിടെ തർക്കങ്ങൾ സംസാരങ്ങൾ നടക്കുമ്പം ബിന്നി ഒരു സൈഡിലോട്ട് മാറിയിരുന്ന് പെരിയാറെ എന്നുള്ള പാട്ട് പാടുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ട് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നു, ബിന്നി എന്തേ? ബിന്നി ഒളിച്ചിരിക്കുകയാണോ? ബിന്നി ഇപ്പോൾ നല്ലൊരു പാട്ട് പാടുന്ന കേട്ടല്ലോ, ബിന്നി ആ പാട്ട് ഒന്നും കൂടെ ഒന്ന് പാടിക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ ബിന്നി, അയ്യോ ഞാനോ ഇപ്പോൾ ഒരു പാട്ട് പാടിയല്ലോ, ഓ അതാണോ എന്ന് ചോദിച്ചിട്ട് ബിന്നി ആ പാട്ട് പാടുകയാണ്. ബിന്നി പാടി കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നല്ലൊരു പാട്ടുകാരിയാണെന്ന് പ്രേക്ഷകരും കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് കേട്ടോ. അടുത്തത് ലാലേട്ടൻ ആര്യനെ വിളിക്കുന്നത്. ആര്യൻ, മാരത്തോൺ എങ്ങനെ ഉണ്ടായിരുന്നു? മാരത്തോൺ ഡാൻസ് പ്രോഗ്രാം ഉഗ്രനായിരുന്നു കേട്ട് പ്രൈസ് കിട്ടിയായിരുന്നില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ആര്യൻ പറഞ്ഞു, ഒരു ആക്ടറാണ് ഞാൻ, ഒരു ആക്ടറിൻ്റെ മാക്സിമം പെർഫോം ചെയ്യാൻ ഞാൻ ശ്രമിച്ചു ലാലേട്ടാന്ന് ആര്യൻ പറയും. ഈ ആഴ്ച ഓപ്പൺ അപ്പായിട്ട് കളിക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നുണ്ട്? ആര്യൻ പറയുന്നത് യെസ് എന്ന്. ഞാനൊന്നും ഓർത്തില്ല മയാമേനി നന്നായിട്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, രണ്ടാഴ്ചക്കാളും കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആര്യൻ ചിരിച്ചിട്ട് ഇരിക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു, എല്ലാവർക്കും വേണ്ടി മേക്കപ്പ് ചെയ്ത അനിമോൾക്ക് പ്രത്യേക താങ്ക്സ് പറയുന്നു. ആര്യൻ അനിമോൾക്ക് താങ്ക് യു അനിമോളെന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു അനിമോൾ കിലുക്കം? അപ്പം നന്ദിനി അനിമോള് പറയുന്നത്. അപ്പോൾ അനിമോൾക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. ഇല്ല, എനിക്ക് സങ്കടമൊന്നുമില്ല ലാലേട്ടൻ. സങ്കടമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിഷമിച്ച് പോയിരിക്കുന്നതെന്ന് പറയുന്നത്. അത് കോയിൻ കിട്ടാത്തത് കൊണ്ടല്ല ലാലേട്ടാ, നിവിൻ പറയുന്ന അവൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴൊരു സങ്കടം, അല്ലാതെ കോയിൻ കിട്ടാത്തതിലല്ല. നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ 9 കോയിൻ കൊടുത്തതെന്ന്. അത് അക്ബറും പറഞ്ഞു ലാലേട്ടാ, അതെന്തിനാണ് അങ്ങനെ കളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് അനിമോനി. അടുത്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മി കസ്തൂരി നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. സിനിമ കണ്ടിട്ടില്ല, ചെറുതായിട്ട് റീൽസ് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഉർവശി മാമിൻ്റെ ആ ഒരു സീൻ എനിക്ക് ചിരിച്ചിട്ടൊക്കെ ചെയ്യുന്നത് അതെനിക്കിഷ്ടമാണെന്ന് പറയുന്നത്. പിന്നെ കുറേ ലാലേട്ടന്മാരുണ്ടായിരുന്നു, അവരുടെ ഇൻട്രാക്ഷൻ കൊണ്ടാണ് എനിക്ക് കുറേ കൂടെ ചെയ്യാൻ പറ്റിയെന്ന് ലക്ഷ്മി പറയുന്നു. അടുത്തത് ഷാനവാസ് ചെയ്തത് മുരുകനാണോ വേലായുധനാണോ? അപ്പോൾ ഷാനവാസ് പറയുന്നത് വേലായുധൻ. പിന്നെ മുരുക എന്ന് വിളിച്ചുകൊണ്ട് കിടക്കുന്നു. അത് ഇവരെല്ലാവരും മുരുക എന്ന് വിളിച്ച് പിന്നെ എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. അടുത്തത് ഭൂതം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഗംഭീരമായിരുന്നു ലാലേട്ടൻ. ലക്ഷ്മിയുടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത്. അപ്പം സാബുമാൻ പറയുന്നത്, അല്ല ഞാൻ ഈ സിനിമ കണ്ടിട്ട് കുറേ കാലമായില്ലേ, ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലക്ഷ്മിയും പറഞ്ഞു തന്നു. അടുത്തത് അനീഷിനോടാണ്. അനീഷിൻ്റെ മൂക്കിൽ ആൾക്കാരിങ്ങനെ തട്ടിക്കളഞ്ഞുകൊണ്ടിരുന്നു എന്ന് ചോദിക്കുന്നു. എനിക്ക് അഭിനയിക്കാനുള്ള അത്ര കഴിവുണ്ടായിരുന്നിട്ടില്ല, എന്നാൽ ഞാനെൻ്റെ മാക്സിമം ഞാനത് ചെയ്തെന്നു. ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ഇത് ഷാനവാസിൻ്റെ അടുത്തായാലും കസ്തൂരി എടുത്തായാലും നന്ദിനി എടുത്തായാലും ഞാൻ നല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിച്ചെന്ന് അനീഷ് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, അനീഷ് റീല് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് ചെയ്യാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊരു അഭിനയമല്ലേ, അഭിനയിക്കാൻ അറിയാത്ത ഒരാൾക്ക് അപ്പം റീൽസ് ചെയ്യാൻ പറ്റുമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അഭിനയം എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മളെല്ലാവരും അഭിനയിക്കുന്നുള്ളവരാണെന്ന് ലാലേട്ടൻ. അപ്പോൾ അനീഷ് പറയുന്ന, ഞാൻ ആ ഒരു നെഗറ്റീവ് അർത്ഥം വെച്ചല്ല പറയുന്നതെന്ന്. ഞാനും നെഗറ്റീവ് അർത്ഥം വെച്ചിട്ടല്ല, പെർഫോമൻസ് എന്നാണെന്ന് ലാലേട്ടൻ പറയുന്നത്. ജോക്കർ ഞാൻ എൻ്റെ പരമാവധി ഭംഗിയായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ച്, പക്ഷേ എപ്പോഴും ഷാനവാസ് വന്ന് എൻ്റെ മൂക്കിൽ അത് തട്ടിക്കളയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് ആദില നൂറ ഷാനവാസ് ഒന്ന് എഴുന്നേക്കെന്ന് പറയുന്നു. നിങ്ങൾ ആർക്കോ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഇത്രയും കാലം നമ്മളെ ദ്രോഹിച്ച ഒരാൾ ഇപ്പം നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മളത് പറയുന്നു, നമ്മൾ സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ടെന്ന്. ലാലേട്ടൻ ചോദിക്കുന്നത്, അത് ആരാണെന്ന് ചോദിക്കുന്നതെന്ന്. അത് അക്ബറിനാണെന്ന് പറയുന്നു. ഉടനെ ലാലേട്ടൻ, അക്ബർ കണ്ടോ, അക്ബർ എന്ത് ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഞങ്ങൾ കാണുമ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല, നിങ്ങൾക്ക് എന്താണ് അങ്ങനെ നിങ്ങൾ ദ്രോഹം എന്താ ഉദ്ദേശിക്കുന്നത്, ദ്രോഹം നിങ്ങൾ എന്തായിട്ടാണ് പറയുന്നതെന്ന് ലാലേട്ടൻ ഷാനവാസിനോടും ആദിലയോടും നൂറയോടും ചോദിക്കുന്നു. ഷാനവാസ് പറഞ്ഞു, ഇത്രയും നാളും ഇവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം അക്ബറിൻ്റെ കൂടെയുള്ളവരെല്ലാം പുറത്തു പോയപ്പോൾ അക്ബർ തിരിച്ച് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ക്രീൻ സ്പേസ് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. അക്ബർ എന്ന് ചോദിക്കുന്നത്. അക്ബർ പറയുന്നു, ലാലേട്ടാ നമ്മൾ തുടക്കത്തിൽ നല്ല ഒരു വൈബായിരുന്നു, പിന്നെ ആശയപ്പൊരുത്തങ്ങൾ എല്ലാവർക്കും സംഭവിക്കുമല്ലോ, നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന പോലെ നമ്മൾ പറയണമെന്ന് വാശി പിടിക്കാൻ പാടില്ല.
ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ഞാനും വാശി പിടിക്കാറില്ല. അതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ പരമാവധി ജെല്ല് പിടിക്കാൻ ശ്രമിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ പലരുമായിട്ടും പൊരുത്തക്കേടുണ്ട്. പക്ഷേ ആ ടാസ്ക് കളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. എന്താ അതിൽ അക്ബർ നിങ്ങളെ ദ്രോഹം ചെയ്യുന്നുണ്ട്? അത് അക്ബർക്ക് ഇങ്ങനെ വളച്ചൊടിച്ച് കുത്തുന്ന പോലെ തോന്നില്ല ലാലേട്ടാ. അന്ന് അതിൽ അത് നിങ്ങളും പറയാറില്ലേ? അപ്പോൾ അതിലെ പറയുന്നത് അല്ല, ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ പറയാറില്ല. അപ്പം ലാലേട്ടൻ പറയുന്നത് അല്ല, അക്ബറിനെ അല്ല, നിങ്ങൾ പലരെയും പറയാറില്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ പാപം, എന്നെ ഇങ്ങനെ പറയാൻ പാടില്ല അങ്ങനൊന്നും വിചാരിക്കില്ല. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെയും പറയും. എന്തായിരുന്നു ഡാൻസിൽ വേഷം? അപ്പോൾ അതിൽ പറഞ്ഞ പാർത്ഥസാരഥി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല ലാലേട്ട, നന്നായിരുന്നു. അപ്പോൾ നമ്മുടെ കാർത്തുമ്പി എന്ന് വിളിക്കും. അതിൽ ലാലേട്ട എനിക്ക് ഓവറായിട്ട് അഭിനയിക്കാനൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ നന്നായിട്ട് ചെയ്ത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് നന്നായിട്ട് ചെയ്തില്ലേ, അപ്പോൾ അഭിനയിക്കാൻ അറിയാത്ത കുട്ടി അവിടെ ഇരിക്കൂ. അടുത്തത് ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു മിന്നൽ മുരളി? അപ്പം ലാലേട്ട ആദ്യത്തെ ദിവസമൊക്കെ പട്ടി ഷോ ആയിരുന്നു എനിക്ക്. രണ്ടാം ദിവസം ആര്യൻ എന്നെ മോട്ടിവേഷൻ ചെയ്ത്, അപ്പോൾ നീ ചെയ്യ്, അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഓടി കിടക്കാനൊന്നും പറ്റുന്നില്ല ലാലേട്ട എന്ന് പറയും. ഞാനൊരു നടനൊന്നും അല്ലാതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ലാലേട്ട. പിന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി ഞാനങ്ങ് നിന്നെന്ന് പറയുന്നത് ലാലേട്ടൻ ചിരിക്കുന്നു. അടുത്ത ബിന്നിയാണ്. ബിന്നി എങ്ങനെ ഉണ്ടായിരുന്നു സിക്കന്ദർ എന്ന് ചോദിക്കുന്നത്. സിക്കന്ദർ അടിച്ച് കുറുക്കി ഇതുപോലൊരു സിക്കന്ദർ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ലാലേട്ടൻ പറഞ്ഞത് വളരെ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ആ താടി നന്നായിട്ട് യോജിക്കുന്നുണ്ടെന്ന്. ആ താടി എനിക്ക് എപ്പോഴും ഊരി പോകുമായിരുന്നു ലാലേട്ട. അന്ന് ബിന്നി അത് ഭയങ്കര ശോകമായിരുന്നു. അത് കാരണം എനിക്ക് വായൊന്നും തുറക്കാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നിവിൻ എങ്ങനെ ഉണ്ടായിരുന്നു ദുഷ്യന്തൻ? പല പ്രാവശ്യം വീഴുന്ന കണ്ടല്ലോ. അതൊക്കെ വീണ് ലാലേട്ട, എന്നിട്ടും ഒരു കലാകാരൻ്റെ ആ ഒരു ഇത് ഞാൻ കളഞ്ഞില്ല എന്ന് ആര് പറഞ്ഞെന്ന് ലാലേട്ടൻ. അപ്പം നിവിൻ പറയുന്നത് ഞാൻ പറഞ്ഞ് നന്നായിരുന്നു ഒന്ന് ലാലേട്ടൻ വീണ്ടും. നിവിൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. രണ്ടാമത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? സൈക്ലിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സമയം പാത്രങ്ങൾ കഴിയുമോ? സൈക്കിൾ ചവിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഉള്ള പാത്രമൊക്കെ എടുത്തങ്ങ് കഴിയില്ല ലാലേട്ടാ. ആർക്ക് പണി കൊടുക്കാൻ വേണ്ടിയായിരുന്നു സത്യം പറയുമ്പോൾ അത് അനിമോൾക്കായിരുന്നു. എന്താണ് എല്ലാവരും ഇങ്ങനെ അനിമോൾക്ക് പണി കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പം എന്താണ് അനിമോൾക്ക് എല്ലാവരും ഇങ്ങനെ പണി തരുന്നതെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനിമോൾ പറഞ്ഞു അത് സ്നേഹം കൊണ്ടായിരിക്കും ലാലേട്ടാ. അപ്പോൾ ലാലേട്ടൻ ആണോ? എല്ലാവർക്കും സൈക്കിൾ ചവിട്ടാൻ അറിയായിരുന്നു, പക്ഷേ എനിക്ക് കാലെത്തത്തില്ലായിരുന്നു ലാലേട്ടാ എന്ന് അനിമോൾ പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇരുന്നോളൂ, എല്ലാവരും നന്നായിരുന്നു, എല്ലാ ആഴ്ചയിലും ഓരോ തരത്തിലുള്ള രസങ്ങളാണെന്ന് പറയുന്നു. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കും. നിവിൻ പറയുന്നത് ഭക്ഷണമെന്ന് ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പുതിയ ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനുള്ളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.